ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ ഞാൻ മോനെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് 3 മാസം വരെ കുഴപ്പമൊന്നുമില്ലാതെ പോയിരുന്ന പ്രഗ്നൻസിയിൽ 3-ാം മാസം ND സ്കാനിൽ കുഞ്ഞിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു, ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറഞ്ഞു, ഡബിൾ മാർക്ക് ടെസ്റ്റിൽ ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറഞ്ഞു, കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടർ വിളിച്ച് പറഞ്ഞതിന് ശേഷം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ കടന്നുപോയത്. കുഞ്ഞിൻ്റെ അനക്കം ഏകദേശം ഞാൻ അറിഞ്ഞു തുടങ്ങിയതായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പം സഹിക്കാൻ പറ്റാത്ത വേദനകൾ ഉണ്ടായി. 5-ാം മാസം എന്നിട്ട് ഡോക്ടർ എൻ്റെ സങ്കടം സഹിക്കാൻ വയ്യ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം അലീന, ഞങ്ങൾക്ക് ഒരു ടെസ്റ്റും കൂടെ ഞങ്ങൾ ചെയ്യാം, അമ്നോസിന്തസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ് കുത്തിയെടുത്ത് ടെസ്റ്റിന് അയക്കാം. 1 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരും. അതും നോർമൽ അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ തീർച്ചയായിട്ടും പറഞ്ഞു. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ കുഞ്ഞിനൊരു പ്രശ്നമില്ലാതെ എനിക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മാതാവിൻ്റെ മുന്നേ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു. അതിൽ പ്രകാരം 1 മാസം എന്ന് പറഞ്ഞ റിസൾട്ട് ഞങ്ങൾക്ക് 15 ദിവസം കൊണ്ട് കിട്ടി. റിസൾട്ട് നോർമലായിരുന്നു, കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, നോർമൽ ബേബിയാണെന്ന് റിസൾട്ട് വന്നു. ഹസ്ബൻഡ് അടുത്തില്ല, ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ ഈ വിഷമഘട്ടങ്ങളിലെല്ലാം എൻ്റെ കൂടെ നിന്നത് എൻ്റെ അമ്മ മാതാവും ഈ അമ്മയും കൂടെയാണ്, പിന്നെ എൻ്റെ പാരൻസും. ഡെലിവറി നല്ല വൃത്തി കഴിഞ്ഞ് കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നു എന്നെ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, കുഞ്ഞിനെ NICUയിലോട്ട് മാറ്റി. കുറച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും അടുത്ത് കിടക്കുന്ന എല്ലാവരുടെയും മക്കളെ ഫീഡ് ചെയ്യിക്കാൻ കൊണ്ടുവന്നു, എൻ്റെ കുഞ്ഞിനെ മാത്രം കൊണ്ടുവരുന്നില്ല. ഞാനപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, സിസ്റ്ററെ എന്താണ് എൻ്റെ കുഞ്ഞിനെ അത് കുഞ്ഞിന് ഇത്തിരി ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട്, കുഞ്ഞിനെ NICUക്കകത്ത് വച്ചേക്കുകയാണ്, കുഞ്ഞിനെ ഇപ്പം പുറത്തെടുക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ എനിക്ക് തന്നത് വീണ്ടും എന്ത് ഇങ്ങനെ എന്ന് ചോദിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, വീണ്ടും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത ബെഡിൽ അബോർഷനായിട്ടൊരു കുട്ടീനെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൃപാസനത്തിലെ കൊന്തയും സാധനങ്ങൾ അതിനകത്ത് കയറ്റാത്തതാണ്, പക്ഷെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അതെടുത്ത് നോക്കിയിട്ട് ഞാൻ തിരിച്ച് അത് നെഞ്ചിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ വന്ന് പറഞ്ഞു, കുഞ്ഞ് നോർമലായി, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞിനെ അന്ന് ഞാൻ എന്നിട്ട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്ന് രാത്രി തന്നെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യിച്ചിട്ടാണ് തിരിച്ച് കൊണ്ടുപോയത്. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്.